അടുത്തതായിട്ട് ജോസ് മനോജ് നമ്മുടെ പള്ളിയിൽ നിന്ന് സെൻറ്റ് പോൾസിൻ്റെ ഭാഗമായിട്ട് സെൻറ്റ് പോൾസിന് ഞാൻ അതൊരു സ്ഥാനമായിട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. Respected Triveni, Richard, Joseph Richard, and my fellow church members. എന്നോട് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ വൈഫ് ഓൾറെഡി ഫോൺ ചെയ്തതാണ്. ഇവിടെ തിരുമേനി ഇരിപ്പുണ്ട്, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അച്ഛന് ഇവിടെ ഇരുന്ന് കൈകൊണ്ട് കാണിക്കുന്നില്ല. So I hope I'll keep up the spirit. എന്നോട് അച്ഛനെ പറ്റി പറയാൻ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കൂറെങ്കിലും അച്ഛനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പക്ഷെ ആ ട്രൈ മൈ ബെസ്റ്റ്. സോ ഞാൻ അമേരിക്കയിൽ വന്നത് 2001-ലാണ്. ഒരു യാക്കോബായക്കാരനായിട്ട് ഇവിടെ വന്നപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പള്ളി അന്വേഷിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു നമ്പർ അച്ഛൻ്റെ നമ്പറാണ്. അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ I immediately started studying about myself, and I ended up mentioning Kolmuga. Immediately he said, okay, വീട്ടിലോട്ട് പോകാം. സോ അന്ന് അച്ഛൻ്റെ വീട്ടിൽ ചെന്നു. അമ്മായി എന്നും ചെയ്യുന്ന പോലെ വരുന്നവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാകും. പക്ഷെ എനിക്ക് അന്ന് തന്നത് കപ്പയിറച്ചിയായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I was actually bribed into it. So I was bribed into this church, and to my personal belief that it is the most effective bribing that I might did for, and I mean that I know. And it lasted me staying with this church so far, and the people who know me know that I am a borderline believer, but I am still with the church. അച്ഛനെ അറിയുമെന്നറിയില്ല. ഓവർ ദ പാസ്റ്റ് 23 years ആൾക്കാർ പല പേരിൽ എന്നെ അറിയപ്പെടുന്നു. എന്നോട് പറയുന്നത് ഞാൻ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയും. ചിലർ പറയും ഞാൻ അച്ഛൻ്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഇടതുപക്ഷക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഇടത് കൈയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അഡോപ്റ്റഡ് സണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലര് സിംപ്ലി ഞാനൊരു അച്ഛൻ്റെ പെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ കേക്ക് കട്ട് ചെയ്തപ്പോൾ അവിടെ പുറത്ത് നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞത് നീ പോണില്ലേ അച്ഛൻ്റെ ഫാമിലിനെ വിളിക്കുന്നു. സോ ഇങ്ങനെയൊക്കെയാണ് എന്നെ ഇവിടെ ഇതുവരെയും ട്രീറ്റ് ചെയ്യുന്നത്. And he was one of the reasons that bringing me to Zalai. I already told about it. I mean, he is the one reason for bringing me to the church, not always on time. And he helped my family and their upbringing, education. And എനിക്ക് എന്തെങ്കിലും കാർ വാങ്ങിക്കണമെങ്കിൽ വിൽക്കണമെങ്കിൽ, എനിക്ക് വീട് വാങ്ങിക്കണമെങ്കിൽ വിൽക്കണമെങ്കിൽ, എൻ്റെ വീട്ടിലെ റിനോവേഷൻ വർക്ക്. And also, I have to say this. He sometimes told Samana that it is okay to live with me. And he presented, he got me invited into his family, and I got to know about them, and I was with them many times. Wonderful family, and they also helped me even to buy one of my pets.
And I ate most meals in that house. Then, I mean, if I exclude my own house. അമ്മയാണെങ്കിൽ എൻ്റെ അമ്മ ഇത്രയും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ കൂടുതൽ and the list goes on and on and on. I can speak about it a lot. I mean, you know. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നപ്പോൾ എല്ലാ വർഷവും ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ട്. എവിടെ പോയാലും അച്ഛൻ്റെ കൂടെ തന്നെ ഇപ്പോഴുണ്ട്. ഈ whole years and 23 years in my life here in Atlanta, and I was actually working every possible committee positions here, including now the most spiritually involved men's fellowship. I won't take my time. If you know Achan, I mean, ഇവിടെ ഉള്ള ആൾക്കാരെ അറിയാവുന്നവർ ഈ പള്ളിയിലെ ഏറ്റവും കുർബാനയും പ്രസംഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയിലെ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ് അച്ഛൻ. And you all know that. He is a ferocious fundraiser. നമ്മുടെ പള്ളിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അസറ്റ്സിനൊക്കെ ഒരു പുറകെ നിന്ന് അതിൻ്റെ ഫണ്ട് റൈസിംഗ് ഒക്കെ നടത്തിയേക്കുന്നതിൻ്റെ ഒരു ബാക്ക് ബോൺ അച്ഛൻ. He is a fan of all social activities. ഇവിടുത്തെ കാലം നടക്കട്ടെ, ഇവിടെ പിള്ളേര് പാടട്ടെ, ഇവിടുത്തെ പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യട്ടെ, ആണുങ്ങൾ ഡാൻസ് ചെയ്യട്ടെ, എന്തിനും വെച്ചാൽ. So you see him in every possible social activities in the church. And Jeet already mentioned that he will be here. ഇവിടെ എന്ത് പണി ഉണ്ടായാലും അച്ഛന് അറ്റ്ലീസ്റ്റ് ഒരു സ്കൂൾ ഡ്രൈവർ ആയിട്ട് വരും. So he will be there to work with us. He will be working in this church and make sure that it goes well. And he is a very liberal person in accepting ideas from our church members. Very liberal. Yeah, I'll come to his conservative side. So he is very conservative in spending money. So in Malayalam പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കണം. അത് ആ കാര്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. And if you already talked about this, and നമ്മുടെ merger ന്റെ if you talk to look at the merger process, Joseph Achanundu ഉണ്ട്, Mathayachanundu. He is one of the biggest cornerstone and getting it done. And he believed in it, and you all see the result. So, if you look at his success story, right? His success story, of course, the biggest success story is my Kudum. It's the biggest success story. And this church is also the biggest success story of his life. So he is like a candle. Candle give light, and it calmly burn, and it gives light and heat. And he was actually the source of light and heat for our church, and it is going to be continuing. And we wanted to thank his service and his prayers, and as a church, and as a church member, we as a church, we are thankful for his lifelong service and wishing him a successful future, and always stay with us. And when I said that people call me a friend, or right hand or left hand, and a doctor's son, or maybe the pet, and I am still all those same things, and I'm happy to say that, and I will be the same things always. Thank you, Ajay. Thank you, Manojaka. നല്ല സ്പീച്ചിന് അതേപോലെ തന്നെ A4 ഷീറ്റിൽ നിന്ന് സ്റ്റിക്കി നോട്ടിലേക്ക് ചുരുക്കിയതിന്